എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മുഗളായി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന ഒരു ചിക്കൻ കറിയാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് 450 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. തൈര്, കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, അരമുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. പാൻ ചൂടായി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇത്. അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നല്ല പൊടിയായിട്ട് അരിയണം. അങ്ങനെയാണ് ഈ മുഗളായി ചിക്കന് ഇതുപോലെയാണ് ഉള്ളി അരിയേണ്ടത്. സവാള മൂക്കുമ്പോഴേക്കും നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ കാഷ്യൂനട്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ഇത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണിത്. നന്നായിട്ട് പേസ്റ്റ് ആക്കണം. ഉള്ളി നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി തുടങ്ങി. ഈ സമയത്ത് ഗ്യാസ് സിമ്മിൽ വച്ചിട്ട് ഇതിനകത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നിടം വരെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. മസാലയൊക്കെ മൂത്തു. ഇനി അരച്ചു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കാം. 1 തക്കാളിയാണ് പേസ്റ്റ് ആക്കി വെച്ചത്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനി ഈ 2 മിനിറ്റ് നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി ആ മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നിടം വരെ ഇങ്ങനെ ഇളക്കണം. ഇതിനകത്തേക്ക് അരച്ചു വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും തൈരും കൂടെ ചേർത്ത് പേസ്റ്റ് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ഇനി ഞാനിത് ജാറ് മെഴുക്കി ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടി മതിയാവും. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കുകയും ചെയ്യണം. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജാറ് കഴുകി ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചത്. അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചാറൊക്കെ കുറുകി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അത് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മെത്തി ഇടാം. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്നോർത്ത് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്നും ഡെയിലി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, ഇങ്ങനെ അത് കാണുമ്പോൾ നല്ല സ്റ്റൈലിന് എടുക്കും.
പച്ചമുളക് ഇതിൻ്റെ ആവിക്കകത്ത് കിടന്ന് വെന്തോളും. അങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു സ്റ്റൈലും ഉണ്ട്, നല്ല കാണാൻ കഴിക്കുമ്പോൾ നല്ല ഇതാണ്, അധികം അങ്ങനെ വേവാതെ കിട്ടും. ചിക്കൻ കറി റെഡിയായി. നമുക്ക് നല്ല സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല കുറുകിയ നല്ല സ്വാദുള്ള ചിക്കനാണ്. ഓക്കെ, ബൈ.